മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറ്റുള്ളവർക്ക് നിങ്ങൾ നന്നായി കാണണം എന്നുണ്ടാകും. പക്ഷേ അവരെക്കാൾ നന്നായി കാണണം എന്നുണ്ടാകില്ല. ഒരാൾക്ക് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടാകണം. അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ കണ്ണുനീരിനോട് പച്ചവെള്ളത്തിനോടുണ്ടാകുന്ന വില മാത്രമേ ഉണ്ടാകൂ. ഭക്തരെ, നുണകൾ കൊണ്ട് സത്യത്തെ മറച്ചു വയ്ക്കാനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. ആരിലും അമിത പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക. കാലം മാറും, സമയവും, ഒപ്പം മനുഷ്യനും. എത്ര അവഗണിക്കുന്നുവോ അത്രത്തോളം കരുത്താർജിക്കാൻ പഠിക്കണം. ഓരോ അവഗണനയും ജീവിതത്തിലെ ഓരോ പാഠങ്ങളാക്കണം. അകറ്റി നിർത്തിയവർക്കും അവഗണിച്ചവർക്കും നിങ്ങളെ ആവശ്യം വരുന്ന ഒരു സമയം വരും. ഭക്തരെ, മറ്റുള്ളവരുമായും അവരുടെ കഴിവുകളുമായും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കഴിവിനെയും താരതമ്യം ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും, സങ്കടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചില ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ സമയം എത്ര വിലപിടിപ്പുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴല്ല, മറിച്ച് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് അവർ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, അതുമല്ലെങ്കിൽ അവർക്കു നിങ്ങൾ ആരുമല്ലായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ. ഭക്തരെ, ഒരു വ്യക്തി ഒരു പ്രശ്നത്തിൽപ്പെട്ട് കരയുകയാണെങ്കിൽ ആ വ്യക്തി തളർന്നു പോകുന്നു. എത്രത്തോളം നിങ്ങൾ കരയുന്നുവോ അത്രത്തോളം നിങ്ങൾ ബലഹീനരായി മാറുന്നു. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കും ഏറ്റവും ഉയരങ്ങളിലെത്തുന്നതും. കാരണം അവർ അത്രമാത്രം ദുഃഖങ്ങളും സങ്കടങ്ങളും സഹിച്ചിട്ടുണ്ടാകും. അവരുടെ ആ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അവർ പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവർ അവരുടെ ബലഹീനതയെ മാറ്റി ശക്തരാകുന്നു. ഭക്തരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾ സ്നേഹിച്ചതും എന്നും നിങ്ങൾക്ക് സ്വന്തമായിരിക്കുമെന്ന് വിചാരിക്കരുത്. ഓരോ നഷ്ടവും നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. വീഴ്ചകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരിക്കലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നത് വലിയൊരു തെറ്റാണ്. ഭക്തരെ, ആരുടെയും സ്നേഹത്തിന് അടിമപ്പെട്ടു പോകരുത്. കാരണം അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം പോലും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കും. എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. മനുഷ്യരോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്തിൽ കാണില്ല. നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ, ജീവിതകാലം മുഴുവൻ ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ. ഭക്തരെ, ഒറ്റയ്ക്കായാലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഇനിയൊരിക്കലും തിരികെ ക്ഷണിക്കരുത്. മധുരമുള്ള വാക്കുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇന്നത്തെ മനുഷ്യരുടെ ചുണ്ടിൽ മധുരവും ഹൃദയത്തിൽ വിഷവുമാണ്. ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത്. ഒറ്റയ്ക്കാവുമ്പോഴാണ് കൂട്ടുവേണ്ടത്. സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. ഭക്തരെ, ജീവിതത്തിൽ ഒരു ബന്ധത്തിനു വേണ്ടിയും കരയരുത്. കാരണം ആർക്കു വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത് അവർ നിങ്ങളെ അർഹിക്കുന്നില്ല. കാരണം അർഹതയുള്ളവൻ ഒരിക്കലും നിങ്ങളെ കരയാൻ അനുവദിക്കില്ല. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരിക്കലും വിലയുണ്ടാകില്ല. ഭക്തരെ, ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറം താഴരുത്. അടിമയെപ്പോലെ ജീവിക്കരുത്. അഭിമാനത്തോടെ ജീവിക്കുക. അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളെ തേടിയെത്തും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.